ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെതിരെ നടപടി വരുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അറിയിക്കുകയാണ്. തീരുമാനം CPM സംസ്ഥാന കമ്മിറ്റി എടുക്കുമെന്നും രാജു എബ്രഹാം പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. പത്മകുമാർ വിഷയം സംസ്ഥാന നേതൃത്വമാണ് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകേണ്ടത്. ആ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഉടൻ അതിന് നടപടിയിലേക്ക് പോകും. CK അഭിലാൽ ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ നല്ല അഭിലാൽ, ഈ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കാലത്തും പത്മകുമാറിനെ CPM കൈവിട്ടിരുന്നില്ല. നടപടി കുറ്റപത്രം നൽകിയ ശേഷം എന്നായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും പിന്നെ ആവർത്തിച്ച് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇനി ഒരു നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? എന്താണ് ജില്ലാ സെക്രട്ടറി നൽകുന്ന പ്രതികരണവും ഇനി വരാൻ പോകുന്ന നടപടിക്രമങ്ങളും സംബന്ധിച്ച? തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് ആണെന്നും ഒപ്പം തന്നെ മുതിർന്ന നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റും ആ വിഷയത്തിൽ CPM കാണിച്ച തീർത്തും നിരുത്തരവാദിത്തപരമായ നടപടികൾ പൊതുജന മധ്യത്തിൽ പാർട്ടി തെറ്റിദ്ധാരണ പരത്തുന്ന സംഘടനയായി മാറ്റപ്പെടുകയും അത് പ്രതിപക്ഷ കക്ഷികൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി മാറ്റുകയും ചെയ്തു. ചുരുക്കത്തിൽ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് അപ്പാടെ വലതുപക്ഷത്തിനും കുറച്ച് വോട്ടുകൾ BJPയിലേക്ക് മാറിപ്പോകുന്നതിന് കാരണമാവുകയും അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ഇടവരുത്തിയതെന്നുമാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വൈകിക്കൂടാ എന്നുള്ള ഒരു നിർദ്ദേശം പത്തനംതിട്ട ജില്ലാ നേതൃത്വം എടുത്തിട്ടുള്ളത്. ഇത് സംസ്ഥാന സമിതിയെ അറിയിക്കും. എന്തായിരിക്കണം സംഘടനാപരമായ നടപടി എന്നുള്ളത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നുള്ളതാണ് പത്മകുമാറിന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ശബരിമല വിഷയം ഒരു തരത്തിലും പാർട്ടിക്ക് തിരിച്ചടിയായില്ല എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലിന് ഘടകവിരുദ്ധമായ വിലയിരുത്തലാണ്. അതോടൊപ്പം തന്നെ വിമർശനങ്ങളുമാണ് ജില്ലാ നേതൃയോഗത്തിൽ ഉയർന്നു വന്നത്. മറ്റൊന്ന്, പാരഡി ഗാന വിഷയത്തിൽ പാർട്ടി അപ്പാടെ മലക്കം മറിയുന്ന സ്ഥിതിയാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. നേരത്തെ രാജു എബ്രഹാം തന്നെ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല മറിച്ച്